ഹായ് ഓൾ, സെറ പോഡ്കാസ്റ്റ് സീരീസ് 2 ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹരിപ്രസാദ് ആണ്. ഹരിപ്രസാദ് സെറയുടെ കോ ഫൗണ്ടർ ആണ്, ഓൾസോ ഒരു കരിയർ എക്സ്പേർട്ട് ആണ്. BSc സ്റ്റുഡൻസിന് ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള MSc കുറിച്ചുള്ള ചില സംശയങ്ങൾ നമുക്ക് ഹരിപ്രസാദിനോട് ചോദിക്കാം. BSc ചെയ്യുന്ന എല്ലാവരുടെയും ഒരു സംശയമാണ്, ലൈക്ക് ഇനി മുന്നോട്ട് MSc ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ എന്തിന് MSc ചെയ്യണം, ഏത് സബ്ജക്റ്റിൽ MSc ചെയ്യണം, എന്താണ് അതിനെ കുറിച്ച് പറയാൻ? ബേസിക്കലി BSc പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ആദ്യത്തെ 2 വർഷം MSc പഠിക്കുന്നതിനെ പറ്റി ആലോചിക്കാറേ ഇല്ല എന്നതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. നമ്മൾ 3rd ഇയർ എത്തുന്ന സമയത്താണ്, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന സമയത്താണ് ഐദർ MSc അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ജോലിക്ക് പോവുക അല്ലെങ്കിൽ PSCക്ക് പോവുക എന്നൊക്കെയുള്ള മൈൻഡിലേക്ക് നമ്മൾ സെറ്റ് ആവുന്നു. പക്ഷെ അത് പോരാ. നമ്മൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ക്ലിയർ കട്ടായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് ഇനി പോകണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ അത്രയും ആൾക്കാരായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവണം ആ 1 വർഷത്തിനടക്ക്. അതിനുശേഷം നമ്മൾ ഗെയിൻ ചെയ്യുന്ന സ്കിൽസ്, അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പോഷർ, അതിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന പ്ലാനിങ്, അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ കരിയർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കരിയർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് MSc എടുത്തേ പറ്റൂ എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതിന് മുമ്പേ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. ഞാൻ ഇവിടെ MSc പഠിക്കണം, എൻ്റെ കോഴ്സിൽ തന്നെ MSc പഠിക്കുന്നതാണ് ഏറ്റവും സേഫ് എന്നുള്ളൊരു ഐഡിയ സ്റ്റുഡൻസിന് എന്തായാലും എത്തിയിരിക്കും. അത് ഷുവറാണ്. കാരണം നമ്മളൊരു MSc, ഇപ്പം ഞാൻ കെമിസ്ട്രിയാണ് പഠിച്ചത്, MSc കെമിസ്ട്രി പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് മറ്റ് ബ്രാഞ്ചസിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും MScക്ക് പോകുന്ന സമയത്ത് ഫോക്കസ് ചെയ്യേണ്ട കാര്യം MSc പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് MSc പഠിക്കാൻ വേണ്ടി പോവുക എന്നുള്ളതാണ്. MSc പഠിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രീമിയം യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനുള്ള നമ്മുടെ റീസൺ എന്താണ്? ഏറ്റവും ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് എക്സ്പോഷർ കിട്ടും എന്നുള്ളതാണ്. അതായത് അവിടെയുള്ള വിശാലമായ സൗകര്യം നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഒരു കോളേജ് ലെവലിൽ നിന്ന് നമ്മൾ ഏറ്റവും നല്ലൊരു പ്രീമിയർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, ഇവൺ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഇവൺ അതിൻ്റെ ഗേറ്റിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ മാറ്റം പ്രകടമാവും. കാരണം നമുക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് നമ്മളെ ആശയങ്ങൾ സംവദിക്കാനുള്ളൊരു വേദിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. അതേപോലെ അവിടെയുള്ള ഫാക്കൽറ്റീസ് അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും. അവരുടെ റിസർച്ച് മേഖലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്കൊന്നുമില്ലെങ്കിലും നമുക്കൊരു ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടാൻ വേണ്ടി ആ ഫാക്കൽറ്റീസ് നമ്മളെ സഹായിക്കും. അതെ, ഓഫ് കോഴ്സ് റിസർച്ച് എക്സ്പോഷർ എന്തായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലായാലും മറ്റ് പ്രീമിയർ യൂണിവേഴ്സിറ്റികളിലായും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായാലും, അതേപോലെ നമുക്ക് കോമ്പറ്റീഷൻ, യഥാർത്ഥ കോമ്പറ്റീഷൻ എന്താണ് എന്ന് നമുക്ക് അവിടെ കയറുന്ന സമയത്താണ് കൃത്യമായിട്ട് മനസ്സിലാവുക. കാരണം ആ CUT PG എന്ന് പറയുന്ന ഒരു എക്സാം എഴുതിയിട്ട് വരുന്ന ടോപ്പ് മോസ്റ്റ് സ്റ്റുഡൻസ് ആണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അവിടുത്തെ കോമ്പറ്റീഷനും കൃത്യമായിട്ട് മനസ്സിലാവും. അത് നമ്മളെ ഒന്ന് മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഹെൽപ്പ് ചെയ്യും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് ലെവലിൽ നിന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ലെവലിൽ ഹയർ ലെവലിലേക്ക് എത്താനുള്ള ഒരു ചേഞ്ച് നമ്മൾ കണ്ടു തുടങ്ങും. ഇപ്പോൾ വളരെ റീസെന്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിബേറ്റ് ആണ്, ഇലോൺ മസ്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മോഡേൺ എറയിൽ സയൻസ് ഡിഗ്രി ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. അതേസമയം ജെഫ് ബെസോസ് ആണെങ്കിൽ ഫിസിക്സ് തന്നെ വിട്ടിറങ്ങിയിട്ട് വന്നിട്ടുള്ള ആളാണ്. അപ്പം ഈ രണ്ട് തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം എങ്ങനെയാണ് നോക്കി കാണുന്നത്? ജെഫ് ബസോസിന്റെ കേസിൽ ആദ്യം പറയാം. ജെഫ് ബസോസ് ഫിസിക്സ് താല്പര്യമില്ലാതെ മടുത്തു പോയ ഒരാളാണ്. അത് പഠിക്കാനാവാത്തത് കൊണ്ടാണ്. ഈ സൈനും ടാനും കോസും ഒക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റാതെ ഫിസിക്സ് ഉപേക്ഷിച്ചു പോയ ഒരാളാണ് ജെഫ് ബസോസ്. പക്ഷെ നേരെ മറിച്ച് എലോൺ മസ്ക് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇനി ട്രെൻഡിങ് ആവാൻ വേണ്ടി പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, അതേപോലെ ക്ലൈമറ്റ് ചേഞ്ച്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളാണ് പ്രധാനമായിട്ട് ഇനി ട്രെൻഡിങ് ആവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സയൻസ് പഠിക്കുക, ഫണ്ടമെന്റൽ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഒന്നാമത് AI&ML യുഗമാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫണ്ടമെന്റൽ സയൻസ് വെച്ച് എങ്ങനെ അപ്ലിക്കേഷൻ റേറ്റ് കൂട്ടാം എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ എഞ്ചിനീയേഴ്സിന് വേണ്ടത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് കൊടുക്കേണ്ടത്. എഞ്ചിനീയേഴ്സ് പിന്നെ അത് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബേസിക് ഐഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും ഫണ്ടമെന്റൽ ഡിഗ്രിയിൽ നിന്ന് കൂടുതൽ ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർ ഉയർന്നു വരുമ്പോഴാണ്. അങ്ങനെയാണ് എലോൺ മസ്ക് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. BSc കഴിഞ്ഞാലുള്ള നമ്മുടെ മുൻപോട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ഫോർ ലൈക്ക് ഹയർ സ്റ്റഡീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്? രണ്ടും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ട് ചെയ്യുക എന്നതാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. അപ്പോൾ ഒരേ സമയം നമ്മൾ ഹയർ സ്റ്റഡീസിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ ജോലി സാധ്യതകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ള ജോലി നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. സപ്പോസ് 3 വർഷം BSc കെമിസ്ട്രി പഠിച്ചു, അല്ലെങ്കിൽ 3 വർഷം നിങ്ങൾ സയൻസ് സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം നിങ്ങൾ നേരെ PSc വഴികളിലേക്കോ അല്ലെങ്കിൽ മറ്റ് SSC വഴികളിലേക്കോ നീങ്ങുന്നതിന് പകരം നിങ്ങളുടെ ഡൊമൈനിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ്,
നിങ്ങളുടെ BSc നിങ്ങൾ അത്യാവശ്യം നിങ്ങൾ ഒരു മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ നിങ്ങൾ വാങ്ങിയ മാർക്ക് ചിലപ്പോൾ വളരെ കൂടുതലോ വളരെ കുറവോ എന്നത് ഒരു വിഷയമല്ല ഇവിടെ. നിങ്ങൾ ആദ്യം വിശ്വസിക്കേണ്ടത് നിങ്ങൾ 3 വർഷം നിങ്ങളെ ആ സയൻസ് ഡിഗ്രിയിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളത് പാസ്സായിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ വേറെ വഴികളിലേക്ക് മാറാതെ നിങ്ങൾ എന്ത് ചെയ്യാം, MScക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം പരമാവധി. എന്നിട്ട് അതിനുശേഷം MSc പഠിക്കുന്നതിൻ്റെ കൂടെ ടെക്നിക്കൽ നോളജ് കൂട്ടുക വഴി നമുക്ക് ടെക്നിക്കൽ PSCയിലേക്കും അല്ലെങ്കിൽ ടെക്നിക്കലി എക്സലായിട്ട് നിൽക്കുന്ന എക്സാമുകളാണ് UPSCയുടെ കമ്പൈൻഡ് ജിയോ കെമിസ്ട്രി പോലുള്ള എക്സാമുകൾ, അത് അല്ലെങ്കിൽ ബാർക്ക് പോലുള്ള എക്സാമുകൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി സൈഡിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകളാണ്. അതുപോലെ ഇപ്പോൾ ISROയിലേക്ക് പുതിയതായിട്ട് ഇപ്പോൾ VSSCയിലേക്ക് റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ജോലി സാധ്യതകൾ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. MSc ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇച്ചിരി ടൈറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഈ ഒരു കാര്യം MScയിലുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് JRF ക്രാക്ക് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് അവരെത്തുന്നത്? കാരണം ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. MSc ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് JRF ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എങ്ങനെയാണത് സാധ്യമാവുന്നത്? എക്സ്ട്രാ എഫേർട്ട് ഇടുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അത് MScക്ക് ചേരുമ്പോൾ തന്നെ MScക്ക് നമ്മൾ അഡ്മിഷൻ എടുത്ത് ക്യാമ്പസിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. ഞാൻ ഇതുമായിട്ട്, അതായത് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ് MScക്ക് ചേരുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളെ ഫീൽഡിൽ നിങ്ങൾ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് CSIR നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് 4 സൈക്കിൾ കൊണ്ട്, അതായത് 4 സെമിസ്റ്റർ കൊണ്ട് 4 സെമിസ്റ്ററിന്റെ എൻഡിൽ നിങ്ങൾക്ക് JRF കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആദ്യത്തെ തവണ എഴുതുമ്പോൾ, അതായത് നിങ്ങൾ ചേർന്ന് ആദ്യത്തെ പരീക്ഷ ഡിസംബർ മാസത്തിൽ വരും. ആ ഡിസംബർ മാസത്തിലെ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടണമെന്ന് ആരും വാശി പിടിക്കുന്നില്ല. കാരണം അത് നിങ്ങളുടെ ഡിസിഷൻ, നിങ്ങൾ അതിലിട്ട സമയം കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ 3 മണിക്കൂർ എക്സാം ഹാളിനകത്ത് ഇരിക്കുമ്പോൾ, കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളെ റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഞാൻ ഇത് എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി പഠിച്ചതൊന്നുമല്ല ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതും എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ കിട്ടും. തൊട്ടടുത്ത ജൂൺ സൈക്കിൾ ആകുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് മാർക്ക് ഒരു 10 മാർക്ക് അധികം നിങ്ങൾക്ക് എന്തായാലും കൂടിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഗ്രാഫിൽ ഒരു ഗ്രോത്ത് റേറ്റ് കാണാൻ വേണ്ടി പറ്റും. അറ്റ് ദ എൻഡ് നിങ്ങൾ തൊട്ടടുത്ത ഡിസംബർ സൈക്കിള് അല്ലെങ്കിൽ തൊട്ടടുത്ത നിങ്ങൾ പാസ് ഔട്ട് ആവുന്ന ഇയറിലുള്ള ജൂൺ സൈക്കിളിൽ നിങ്ങൾ JRF അടിച്ചിരിക്കും. അതിലൊരു തർക്കമില്ല. കാരണം ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് സിലബസ് അവെയർ ചെയ്ത് സിലബസ് മനസ്സിലാക്കുക, ആ സിലബസും നിങ്ങളുടെ MSc സിലബസും തമ്മിൽ കമ്പയർ ചെയ്യുക, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, അതേപോലെ PYQs സോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ കൃത്യമായിട്ട് ടോപ്പിക് സെലക്ട് ചെയ്യുക. ഇത്ര ടോപ്പിക്ക് ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ തവണ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 4 ടോപ്പിക്കാണ് പഠിക്കുന്നുണ്ടെങ്കിൽ 4 ടോപ്പിക്ക് മാത്രം പഠിച്ച് അറ്റൻഡ് ചെയ്താൽ മതി. ആരും വാശി പിടിക്കുന്നില്ലല്ലോ നിങ്ങളോട് ഇത് പാസ്സാവണം എന്നുള്ളത്. പക്ഷെ അത് കൂട്ടി കൊണ്ടുവന്ന് അവസാനത്തെ സൈക്കിൾ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്തിരിക്കും. നമ്മൾ BSc ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണ് നമ്മൾ MScക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്? സെക്കൻഡ് സെമിസ്റ്റർ എൻഡ് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് ഒരു വർഷം നമുക്ക് കൃത്യമായിട്ട് 1.5 വർഷം നമുക്ക് കയ്യിൽ ഉണ്ടാവുന്ന സമയം, അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്ത ഒരു കോളേജിൽ കയറുന്ന സമയത്ത് നമുക്ക് മൊത്തം എന്താണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാവാത്തൊരവസ്ഥയായിരിക്കും. സെക്കൻഡ് സെം ആകുമ്പോൾ നമ്മൾ കോളേജുമായിട്ട് ഓക്കെ ആയി. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്തൊക്കെ ഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ നമുക്ക് ഒരു വർഷക്കാലം നമ്മളൊരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. തേർഡ് ഇയറിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഇയേഴ്സ് ആയിരിക്കും. കാരണം ഇപ്പോൾ FIUGP കരിക്കുലം കൂടെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രൊജക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആകെ സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും പുതിയ ബാച്ച് വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സെമസ്റ്റർ എൻഡ് ചെയ്യുന്നതോടുകൂടെ നമ്മൾ കൃത്യമായിട്ട് ഒരു ഫോക്കസ്ഡ് ആയിട്ട് എൻട്രൻസ് കോച്ചിങ്ങിനുള്ള അല്ലെങ്കിൽ PG എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അതിനൊരു കാര്യം കൂടിയുണ്ട്, PG എൻട്രൻസിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഐദർ നിങ്ങൾക്ക് കോളേജിൽ തന്നെ നിങ്ങളെ 4th ഇയർ പഠിക്കാം, പക്ഷെ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും ഒരു PG എൻട്രൻസ് എഴുതിയിരിക്കണം. അതിൽ നിന്ന് നിങ്ങളെ കരിയർ CSIR നെറ്റ് എഴുതാൻ വേണ്ടി ബിൽഡ് ചെയ്തിരിക്കണം. FIUGP കരിക്കുലത്തിൽ പറയുന്ന 75% മാർക്ക് അറ്റ് ദ എൻഡ് 4th സെമിസ്റ്ററിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നെറ്റ് പരീക്ഷ എഴുതാമെന്നാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് വൈസ് സ്ട്രാറ്റജി നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ കൃത്യമായി PG എൻട്രൻസിന് പഠിക്കുക. തേർഡ് ഇയർ ആകുമ്പോൾ അത് എഴുതുക. വാട്ട് എവർ ദ റിസൾട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നെറ്റിന് കൂടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ പാരലി സ്റ്റാർട്ട് ചെയ്തു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.